മോഹിനി നോക്കൂ, ഒരിടത്ത് ഇങ്ങനെ മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ പറ്റിയുള്ള തർക്കം നടക്കുമ്പോൾ അതേസമയത്ത് LDF ക്യാമ്പ് തുടർഭരണം ഉറപ്പിക്കുകയാണ്. തുടർഭരണം ഉറപ്പെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകണമെന്നില്ലെന്ന് കഴിഞ്ഞ തവണ വ്യക്തമായതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ടീം UDFന്റെ യഥാർത്ഥ രൂപം പുറത്തു വന്നു. ഇങ്ങനെ തമ്മിലടിക്കുന്നവർക്ക് കേരളത്തെ എങ്ങനെയാണ് നയിക്കാനാവുക എന്നും MA ബേബി ചോദിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയാവും മറ്റന്നാൾ മെയ് 4-ാം തീയതി ബാലറ്റ് ബോക്സ് എല്ലാം പൊളിച്ച് എണ്ണുമ്പോൾ വരാൻ പോകുന്നത്. എക്സിറ്റ് പോളുകൾ വോട്ട് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നതിന് പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പാടെ പരാജയപ്പെട്ടിട്ടുണ്ട്. രണ്ട് തരത്തിലും സംഭവിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് UDFിലെയും കോൺഗ്രസിലെയും അവസ്ഥ? തമ്മിത്താൻ അധികാരസ്ഥാനത്തിനും കസേരയ്ക്കും വേണ്ടി അടിപിടി കൂടുന്ന ഒരു കൂട്ടമാണ്. ഇവരുടെ എങ്ങാനും കയ്യിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണതത്വം ചേർന്നാൽ എന്താകും ആ സംസ്ഥാനത്തിൻ്റെ ഗതി അഥവാ ഗതികേട് എന്നുള്ളത് ഇപ്പം തന്നെ ആളുകൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.